ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ഈ ആറ്റിൽ ചൂണ്ടയിടക്കാണ്, നൈറ്റ് ഫിഷിംഗ് ആണ്. അപ്പോൾ നെടുമീൻ പിടുത്തമാണ്. നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ആറ്റിൻ്റെ അക്കരയിൽ അപ്പർ സൈഡിലാണ് ഇന്നത്തെ മീൻ പിടുത്തം. നമ്മളിവിടെ ഇറങ്ങിയത് വീശുവല ഇടാനാണ്. വീശുവലയിട്ട് നമുക്ക് കുറേ ചെറിയ മീനുകളെ പിടിക്കണം ബൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിന്നിവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ അങ്ങ് അപ്പർ സൈഡിൽ പോകും. നമ്മൾ നെടുമീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ദൂരെയാണ്, അങ്ങ് അപ്പർ സൈഡാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീശുവല അടിച്ച് നോക്കാനാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് വീശുവലയിൽ എന്തെങ്കിലും കിട്ടുമോയെന്ന്. മഴ പെയ്ത് പുതിയ വെള്ളം കയറി കിടക്കുകയാണ്, വെള്ളം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ മീനുകൾ കാണും. ഇവിടെ ഒരിക്കൽ വീശിയതാണിത്. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് കിട്ടിയിട്ടുണ്ട് മീൻ ബൈറ്റിന് ആവശ്യത്തിനായിട്ട്. എന്നാൽ നമ്മൾ ചെറിയ മീനിന് വീശുവല ഇട്ടപ്പോൾ അതിൽ കുറേ വലിയ മീനും കയറിയിട്ടുണ്ട്. വലിയ മീനെന്ന് പറഞ്ഞാൽ പാവൽ തന്നെയാണ്. ഇതാ കണ്ടാലറിയാം, വലിയ സൈസ് പാവൽ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ ഇത്തിരി സൈസ് കൊള്ളാമെന്നുള്ള സൈസ് വലിയ പാവലാണ് നമുക്ക് കുറേ കിട്ടിയത്. പിന്നെ ഇതിലൊരു വെറൈറ്റി മീൻ കിടപ്പുണ്ട്. കോലാൻ എന്ന് പറയുന്ന ഒരൈറ്റം മീനാണത്. ഏതാ ഇവിടെ മുകളിൽ വലയിൽ കൊരുത്തിരിപ്പുണ്ടത്. ഇതാണ് ആ മീൻ. അതിൻ്റെ വാ കണ്ടില്ലേ, വലിയ വായാണത്. മീൻ വെട്ടി തിന്നുന്ന മീനാണ്. ഫ്രണ്ട്സ്, നമുക്ക് വീശുവല കിട്ടിയ മീനാണ്. എന്തോ വെറൈറ്റി മീനായതുകൊണ്ടാണ് അതിൻ്റെ പേരറിയാന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും വീശാൻ പോവുകയാണ്. ഒരു വീശൂടെ വീശിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്നത് കൂടെ കൊണ്ട് നമ്മളടുത്ത് നെടുമീൻ പിടിക്കാൻ പോകുന്നതായിരിക്കും. എന്തായാലും അതിലും മീനുണ്ട്. നമ്മൾ ആവശ്യത്തിന് വയറ്റിന് വേണ്ട മീനുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കറിക്ക് വേണ്ട മീനും അതിൽ കിടപ്പുണ്ട്. വലിയ സൈസ് മീൻ കിടപ്പുണ്ട്. അതുകൊണ്ടല്ലേ അത്യാവശ്യം നല്ല സൈസ് മീനുകളാണ്. നമുക്ക് കൊരുപ്പിന് പറ്റിയ ബൈറ്റിന് പറ്റിയ മീനുകളുമുണ്ട്, അത് പോയിട്ട് വലിയ സൈസ് മീനുകളുമുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ കൊരുപ്പെല്ലാം ചൂണ്ടയിൽ കൊരുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഇരുട്ടുണ്ട്, അത്യാവശ്യം നല്ല വെള്ളവുമുണ്ട്. അപ്പോൾ നമ്മൾ കൊരുത്തിട്ട് നോക്കുകയാണ്. നെടുമീനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. കിട്ടാതിരിക്കില്ല, നല്ല മഴയൊക്കെ പെയ്ത് പുതിയ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് നല്ല വലിയ സൈസ് മീൻ തന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ചൂണ്ടയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കമ്പെടുത്ത് കുത്തി നിർത്തിയിട്ട് അതിൽ കങ്കൂസ് ഉടക്കി വയ്ക്കും, ഇതുപോലെ. അല്ലെങ്കിൽ മീൻ എടുത്തുകൊണ്ട് പോയാൽ നമുക്കറിയാൻ പറ്റില്ല, ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മീൻ എന്തെങ്കിലും അടിക്കുമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അതൊരു കുരുടനാണ്, നെടിമീനല്ല. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു അരക്കിലക്കകത്ത് വരും. കൊള്ളാം. ഫസ്റ്റ് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ചാകരയായിരിക്കും. മഴ കഴിഞ്ഞുള്ള ദിവസങ്ങളായതുകൊണ്ട് മീൻ ശരിക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ ആദ്യം കിട്ടിയ മീൻ. നല്ല ഓട്ടമാണ്, ഒന്നും പറ്റിയിട്ടില്ല ആശാന്. നമ്മൾ വീണ്ടും ചൂണ്ടകളൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. ഒരു മീൻ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അടുത്ത മീനിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊരുപ്പ് കൊണ്ടുപോയി, അപ്പോൾ വേറൊരു കൊരുപ്പ് നമ്മൾ കൊരുത്തിടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മീൻ കൊത്തുന്നുണ്ട്, പക്ഷേ ചിലതൊക്കെ കൊരുപ്പ് കൊണ്ടുപോവുകയാണ്. മീൻ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത് തന്നെ പിടിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമുക്ക് ഒരു മീനും കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ കൂടെ വന്ന ഒരു പയ്യനാണ്. അപ്പോൾ അത് വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല സൈസ് മീനാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മീൻ ഇതാ കിട്ടിക്കഴിഞ്ഞ്. ഇതാണ് നെടുമീൻ. നല്ലൊരു മുട്ട നെടുമീനാണ്. ഒരു 2-3 കിലോ, 3 കിലോയ്ക്ക് മുകളിലിരിക്കും നല്ലൊരു നെടുമീൻ തൂക്കി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വരവ് നഷ്ടമായില്ല. അപ്പോൾ നമുക്കതിൻ്റെ കൊരുപ്പൊക്കെ ഇളക്കിയെടുക്കാം. കടിക്കുമായിരുന്നു കുട്ടപ്പണ്. നല്ല വിഴുങ്ങി കുറച്ച് തന്നെ ഇളക്കാൻ പറ്റിയില്ലെങ്കിൽ കട്ട് ചെയ്തിട്ടാൽ മതി. നല്ല വിഴുങ്ങി അതിനെ നല്ല കട്ട് ചെയ്തിട്ട് അതാണ് നല്ലത്. അല്ല, മുകളിൽ നിന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിലോ എന്നിട്ട് വേറെ ചൂണ്ട കെട്ടണം. വിളിക്കണം, അതുകൊണ്ട് തന്നെ വിളിക്കണം. അങ്ങനെയൊന്നുമില്ല, അതെന്തായാലും കയ്യിൽ കയറിച്ചിട്ട് കാലെടുത്ത് വയ്ക്കും. ചിലപ്പോൾ അകത്തോട്ട് കയറി പോകും, പാമ്പ് കയറി പോകുമ്പോൾ. ഇതങ്ങനെ ഇത് തിരിച്ചേ കയറുള്ളൂ. ഇതങ്ങനെ തന്നെ, ഇത് എപ്പോഴും തിരിഞ്ഞ് ബാക്കിലോട്ട് പോകും, റിവേഴ്സ് കയറും. സമയം ഒരുപാട് വൈകിട്ടുണ്ട്. നമ്മളെന്നാലും ഓരോ കൊരുപ്പ് കൂടെ ഇടുകയാണ്. അപ്പോൾ മീൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഇനി നോക്കാം. അടുത്ത മീൻ നമുക്ക് 2 മീൻ കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് നെടുമീനും ഒന്ന് കുരുടാനുമാണ്. നെടുമീൻ നല്ല സൈസ്, വലിയ സൈസ് മീനാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ നെടുമീൻ ഇതാണ്. ഇത് നല്ലൊരു വലിയ നെടുമീനാണ്. ഒരു 3 കിലോ ഉറപ്പായിട്ട് വരും. പിന്നെ ഒരു കുരുടാനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഇത് ഈ 2 മീനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു നല്ലൊരു നെടുമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മീൻ ഇത് രണ്ടും തന്നെയാണ്.
അധികം ചെയ്യാൻ വയ്ക്കില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.